സഭയ്ക്കകത്ത് വേർപാടിന്റെ ഉപദേശം കർക്കശമായി പറയണം. അത് അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ആത്മീക ലോകത്ത് വേർപാട് ഉപദേശം നന്നായിട്ട് പലരും പറയുന്നില്ല. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നന്നായിട്ട് അറിയാം. കാരണം സെക്രട്ടറിയുടെ മകള് ഒരു ചെറിയ കമ്മലിട്ടു, അപ്പൊ പിന്നെ അത് മിണ്ടാൻ ഒക്കത്തില്ല. പ്രശാറിന്റെ പിള്ളേര് വഴിവിട്ടു, വിട്ട വിഷയങ്ങളൊന്നും പറയുന്നില്ല, അപ്പൊ ഇനി ആ കാര്യം മിണ്ടാൻ ഒക്കത്തില്ല. സഭയിൽ നല്ലതുപോലെ ദശാംശം തരുന്ന അച്ചായൻ ദേശത്തെ ഒന്നാം കിട ബ്ലേഡാ, അപ്പം 15-ാം സങ്കീർത്തനം മിണ്ടാൻ പറ്റത്തില്ല. അറിയാം, 15-ാം സങ്കീർത്തനം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാണ്ടാണോ? 14 കഴിഞ്ഞ ഉടനെ കിടപ്പുണ്ട് 15, പക്ഷെ മിണ്ടാൻ മേല. മാതാപിതാക്കളെ അനാഥാലയത്തിലും മറ്റേ അഭയസങ്കേതത്തിലും വിട്ട അച്ചായനും അമ്മാമയും സഭയിലെ നെടുന്തൂണ. അപ്പൊ പിന്നെ എഫേസ്യർ 6 ഒന്നും പറയാനൊക്കത്തില്ല. നിനക്ക് നന്മയുണ്ടാകണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ അത് മിണ്ടാനൊക്കുകയല്ല. അപ്പൊ നമുക്കിത് വാക്യമില്ലാഞ്ഞിട്ടോ പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടോ അല്ല. ഞാൻ അവരോ സ്തോത്രം പറയുകയല്ല, നിങ്ങളെങ്കിലും എന്നോട് കൂടെ യോജിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നാ ഒന്നിച്ച് അവന്റെ നാമത്തെ സ്തോത്രം. യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് പലരും സഭയിൽ വരുന്നില്ല, മിണ്ടാനൊക്കത്തില്ല. എങ്ങാനും പറഞ്ഞാൽ അതുകൂടെ പിന്നെ കാണുകയല്ല. ഈ 5 എങ്ങനെ തപ്പിയും പുറക്കിയും തല്ലിയും പൊത്തി ഇവിടെ കൊണ്ടുവന്നുള്ളത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരി കുരിയ അല്ല, പുറയിലൊരാളിരിക്കുന്ന പുള്ളിയുടെ അല്ല വാദപ്പടി. ആളിനെ വിളിക്കുക, വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരി കുരിയ, ചോറ് തരാം, പാല് തരാം, കല്യാണത്തിന് കാര്യം തരാം, തയ്യൽ മെഷീൻ തരാം അമ്മാമ. ഈ പ്രാവശ്യം നമ്മുടെ സെന്ററിൽ നിന്ന് 3 മെഷീൻ കൊടുക്കുന്നുണ്ടെന്ന് അമ്മാമയ്ക്ക്. ദുരിതാശ്വാസത്തിന്റെ ചില കിറ്റും പുതപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്. ബാ, എന്ത് പരിശ്രമിച്ച 2 ഇതിനകത്ത് കൊണ്ടുവരുന്നേ. അന്നേരം പിന്നെ ഉപദേശം പറഞ്ഞുള്ളതുകൂടെ അവിടെ ഈ ചിലടത്ത് പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരും പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു, നിങ്ങളൊരു നല്ല മെസ്സേജ് പറഞ്ഞേച്ചങ്ങ് ഇരുന്നാൽ മതി, ഇത് കിട്ടി പറയും മാസം ഓടാനൊന്നും. വേറെ ഉപദേശം പറഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ വരും. ചിങ്ങമരത്തി എന്ന് പറയും, പുള്ളി എന്നെ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം, അതുകൊണ്ട് എങ്ങനെ ഇവിടുന്ന് സ്ഥലം മാറ്റണം. കാസർഗോഡ് അവിടെ ഉപദേശം പറഞ്ഞാൽ അവിടുന്ന് തട്ടി കാസർഗോഡ് ഇവിടെ വരുന്നതിന് എന്ത് ബന്ധപ്പാടാന്ന് ഓർത്തോണം അല്ലേ. പിന്നെ ഉപദേശം പറഞ്ഞു ഇവിടുന്ന് ഇനി അടുത്തത് കന്യാകുമാരിയുടെ അങ്ങ് മുനമ്പില്. അതുകൊണ്ട് ഈ സഹോദരിമാർക്കായി ഈ ട്രാൻസ്ഫർ സമയത്ത് ബന്ധപ്പാട് എല്ലാം അടുക്കണം, പെറുക്കണം, കെട്ടണം, ഒരു ഗ്ലാസ് പോലും പൊട്ടുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതെല്ലാം പേപ്പർ അതിനകത്ത് തിരികെ കയറ്റി മടക്കി ഇല്ലേ, പിള്ളക്കല്ല് വരെ കൊണ്ട് നടക്കുക. ഇപ്പൊ പിന്നെ എല്ലാവരും മിക്സി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സഹോദരിമാർ പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ ഒരു നല്ലൊരു മെസ്സേജ് അങ്ങ് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഇളക്കിയ ചങ്ങിരുന്നാൽ മതി. അല്ല ചാതി 3 കൊല്ലം എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് അഭിഷിക്തന്മാർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, വേറെ പുസ്തകത്തിൽ ഇത് ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ എങ്ങനെയും 2-3 കൊല്ലം ഞാൻ 1-ാം പ്രതി ഞാനാണ് തുടക്കം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ 1-ാം പ്രതി ആക്കണം. ഞാൻ അതിന് ഈ മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, വിശുദ്ധിയുടെ ഉപദേശം. ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നൊന്നും വരികയില്ല, എല്ലാവരും ചിലപ്പം സന്തോഷിച്ചെന്നും വരികയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാം ഈ ശരിയായ രീതിയിൽ പ്രസംഗിച്ച പ്രശ്നമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നോക്കിയാൽ ശരിക്കല്ലേ പ്രസംഗിച്ചത്? അത് മുഴുവൻ പ്രശ്നമായിരുന്നു. കൂക്കുവിളിയും കല്ലെടുത്ത് എറിയുകയും ഉടുത്തുണി പറിച്ച് കീറുകയും കമ്പെടുത്ത് അടിക്കുകയും കല്ലുകൊണ്ട് എറിയുകയും എന്തെല്ലാം വൈതരണികളാണ്. തന്നെയല്ല, ഈ നന്നായിട്ട് പ്രസംഗിച്ചാലും ആൾക്കാർ പറയും, ഓ അയാൾ വിടുവായ പറയുന്നത്. അങ്ങനെ പോലീസിനെ പറഞ്ഞു ഈ വിടുവായൻ അത് പറയാം, മറ്റേ പുള്ളി നല്ല സ്റ്റാൻഡേർഡാണ് കേട്ടോ, ആ പുള്ളി അല്ല കേട്ടിരിക്കും, നമ്മൾ നല്ല ഒരു സ്കോളറാണ്. മറ്റേതോ അയാൾ വിടുവായനാണ്, ചുമ്മാ ആവശ്യമില്ലാത്തല്ല, പൗലോസ് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു, പക്ഷെ സർട്ടിഫിക്കറ്റ് വിടുവായൻ. വേറൊരു ഭാഗത്ത് ഇവർ ഭൂലോകത്തെ കീഴ്മേൽ കലക്കുന്നു. ശരിക്കും പ്രസംഗിച്ചാൽ കലങ്ങും. പക്ഷെ ഞാൻ നിങ്ങൾ ആരും ശരിക്കും പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാ സത്യം. ശരിക്കും പ്രസംഗിച്ച ഈ മാസികത്തിൽ ഇത്രയും പേര് ഇരിക്കുകയല്ല, അടുത്ത പെണ്ണുങ്ങളുടെ മാസികത്തിന് വരത്തുമില്ല. അതെ, താൻ ശോധന ചെയ്യട്ടെ. എന്തായാലും ഒരു കാര്യം മാന്യ ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാരോട് പറയാം, സഭയ്ക്കകത്ത് കർക്കശമായിട്ട് ഉപദേശം പറയണം. വേർപാട് ഈ കാള കളിച്ച് നടക്കുന്നതല്ല ദൈവസഭ. തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോകുക, തോന്നുന്നത് പോലെ ജീവിക്കുക, തോന്നുന്നത് പോലെ സംസാരിക്കുക, തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക, അതല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്, അതതിന്റെ അടുക്കിലും ചിട്ടയിലും വേണം പോകാൻ.